ലീഗൽ പ്രശ്നത്തിലേക്ക് സ്വാഗതം. നമ്മളൊരു കേസുമായി മുന്നോട്ട് പോകുമ്പോൾ അതിലെ വാദി എന്ന് വെച്ചാൽ പ്ലെയിൻറ്റിഫ് മരണപ്പെടുകയാണെങ്കിൽ ആ വാദിയുടെ അവകാശികൾക്ക് എന്ന് വെച്ചാൽ പങ്കാളിക്കോ മക്കൾക്കോ കേസുമായി മുന്നോട്ട് പോകാം. അതുപോലെ ഒരു കേസുമായി മുന്നോട്ട് പോകുമ്പോൾ അതിലെ എതിർകക്ഷി എന്ന് വെച്ചാൽ ഡിഫൻഡൻറ്റ് മരണപ്പെടുകയാണെങ്കിൽ ആ എതിർകക്ഷിയുടെ അവകാശികളെ ചേർത്ത് കേസ് മുന്നോട്ട് കൊണ്ടുപോകാം. പണമിടപാടുകൾ സംബന്ധിച്ച ക്ലെയിമുകളും പ്രോപ്പർട്ടി സംബന്ധിച്ച ക്ലെയിമുകളും കരാറുകൾ സംബന്ധിച്ച ക്ലെയിമുകളുമൊക്കെ ഇങ്ങനെ തുടരാൻ കഴിയും. എന്നാൽ ക്ലെയിം ഇങ്ങനെ തുടരാൻ കഴിയാത്ത ചില സന്ദർഭങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് പറയുന്നത് ഇന്ത്യൻ സക്സഷൻ ആക്ടിലെ സെക്ഷൻ 306 അവിടെ 2 തരം ക്ലെയിമുകൾ അനന്തരാവകാശികളിലേക്ക് വിടാൻ കഴിയില്ല എന്ന് പറയുന്നു. ഒന്ന്, പേഴ്സണൽ റോങ്ങിൽ നിന്നുണ്ടാകുന്ന ക്ലെയിമുകൾ. 2, നടപ്പിൽ വരുത്തുന്നതുകൊണ്ട് പ്രയോജനമില്ലാത്ത നിഷ്ഫലമായ ക്ലെയിമുകൾ. രണ്ടാമത് പറഞ്ഞതിൽ ഒരാളുടെ മരണം കൊണ്ട് നിഷ്ഫലമാകുന്ന ക്ലെയിമുകൾ വരാം. ഉദാഹരണമായി, പങ്കാളികൾ വിവാഹമോചന കേസുമായി മുന്നോട്ട് പോകുമ്പോൾ പങ്കാളികളിൽ ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ അവിടെ പങ്കാളിയുടെ മരണം കൊണ്ട് വിവാഹബന്ധം അവസാനിക്കുകയാണ്. അപ്പോൾ ഡിവോഴ്സ് ഗ്രാൻഡ് ചെയ്യുന്നതുകൊണ്ട് പ്രയോജനമില്ലാതാകും. ആദ്യം പറഞ്ഞ പേഴ്സണൽ ക്ലെയിമുകളിൽ ഏറ്റവും പ്രധാനം അപകീർത്തി കേസുകളാണ്. ഒരാൾ ജീവിച്ചിരുന്നപ്പോൾ അപകീർത്തിപ്പെടുത്തിയതുവഴി ഉണ്ടായ ക്ലെയിമുകൾ. അപകീർത്തിപ്പെടുത്തിയയാളോ അപകീർത്തി സഹിച്ചയാളോ മരിച്ച ശേഷം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല. ആക്ഷ്യോ പേഴ്സോണലിസ് മോറിറ്റർ കം പെർസോണ, വിച്ച് മീൻസ് എ പേഴ്സണൽ ലീഗൽ ആക്ഷൻ ഡൈസ് വിത്ത് ദ പേഴ്സൺ എന്നാണ്. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ ഒരാൾക്കെതിരെ നടത്തിയ ഒരു ക്ലെയിം അയാളുടെ മരണശേഷം ഉന്നയിക്കാനാവുന്നതല്ല. അലക്ഷ്യമായി വാഹനം ഓടിച്ചതുവഴി ഉണ്ടായ ഒരു മോട്ടോർ ആക്സിഡൻറ്റിൻ്റെ ക്ലെയിം വാഹനം ഓടിച്ചയാൾ മരണപ്പെടുകയാണെങ്കിൽ ഇല്ലാതാകും എന്നാണ്. അപകടത്തിൽപ്പെട്ടയാളുടെ പരിക്കുകൾ സാരമുള്ളതാണെങ്കിലും മരണം സംഭവിക്കാത്ത കേസുകളിൽ നഷ്ടപരിഹാരം നൽകേണ്ടതില്ല എന്ന ഒരു എക്സെപ്ഷനാണ് ഈ സെക്ഷൻ 306 ഇത് മുതലെടുത്ത് നിരവധി പേർ നഷ്ടപരിഹാരം നൽകാതെ രക്ഷപ്പെടുന്നുണ്ട്, സുപ്രീം കോടതി നിരീക്ഷിച്ചു. കോടതിക്ക് മുന്നിൽ വന്ന ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് കേസിൽ എതിർകക്ഷിയായിരുന്ന ഡോക്ടർ അപ്രതീക്ഷിതമായി മരണപ്പെടുകയാണ്. അവിടെ ഡോക്ടർ നൽകേണ്ടിയിരുന്ന വലിയൊരു നഷ്ടപരിഹാര തുക ഡോക്ടറുടെ മക്കളും ഭാര്യയും നൽകണമെന്ന വാദം സക്സഷൻ ആക്ടിലെ സെക്ഷൻ 306 ആനുകൂല്യം ലഭിച്ചതുവഴി തള്ളിപ്പോകുകയാണ്. അപകീർത്തി, മരണത്തിൽ കലാശിക്കാത്ത അടിപിടി, അതുപോലെ ശാരീരിക ഉപദ്രവങ്ങൾ, മെഡിക്കൽ നെഗ്ലിജൻസ് ഇവയൊന്നും അനന്തരാവകാശികളിലേക്ക് എൻഫോഴ്സ് ചെയ്യാനാകില്ല. അങ്ങനെയുള്ള കേസുകൾ ഒരാളുടെ മരണം കൊണ്ട് തന്നെ അവസാനിക്കുമെന്നാണ് സെക്ഷൻ 306 പറയുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരാളുടെ പേഴ്സണൽ ഇഞ്ചുറി മാത്രമാണ് ഇതിൽ പെടുത്തുക. ഇഞ്ചുറി പറ്റിയാൽ മരണപ്പെടുകയാണെങ്കിൽ കേസുണ്ട്. കടം വാങ്ങിയത് കിട്ടാനുള്ളതോ അല്ലെങ്കിൽ വസ്തുവകകൾ സംബന്ധിച്ച ക്ലെയിമുകളോ ഒക്കെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് മുഖേന മരിച്ചയാളുടെ എസ്റ്റേറ്റിൽ നിന്നും ഈടാക്കിയെടുക്കാനാകും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മരിച്ചയാളുടെ പ്രോപ്പർട്ടിയിൽ നിന്നാണ് ഈടാക്കിയെടുക്കേണ്ടത്. കുമുദലാൽ വേഴ്സസ് സുരേഷ് ചന്ദ്ര റോയ് എന്ന മെഡിക്കൽ നെഗ്ലിജൻസ് കേസാണ് സുപ്രീം കോടതിയുടെ മുന്നിലെത്തുന്നത്. മെഡിക്കൽ നെഗ്ലിജൻസ് കേസിൽ ഡോക്ടർക്കെതിരായി ജില്ലാ കൺസ്യൂമർ കോർട്ട് വിധി പറയുകയാണ്. സമയം കളയാതെ ഈ കേസിൻ്റെ വിശദാംശങ്ങൾ ചെറുതായി ഒന്ന് പരിശോധിക്കാം. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മേഡ് ഈസി. 1990 കണ്ണിൽ വേദനയുമായി ആശുപത്രിയിലെത്തിയ പേഷ്യൻറ്റിന് കണ്ണിന് ഓപ്പറേഷൻ നടത്തിയതുവഴി കാഴ്ച നഷ്ടപ്പെട്ട കേസിലാണ് മെഡിക്കൽ നെഗ്ലിജൻസ് കണ്ടെത്തിയത്. ഭാര്യയുടെ വലതു കണ്ണിൽ കടുത്ത വേദനയുണ്ടെന്ന് പരാതിപ്പെട്ടതിനെ തുടർന്ന് 10/2/1990 തൻ്റെ സ്വകാര്യ ക്ലിനിക്കിൽ വെച്ച് ഡോക്ടർ PB ലാലിനെ കണ്ടതാണ് കേസിൻ്റെ തുടക്കം. പരിശോധനയിൽ ഡോക്ടർ ലാൽ അടിയന്തര ശസ്ത്രക്രിയ നിർദ്ദേശിച്ചു. ഉടൻ ശസ്ത്രക്രിയ ചെയ്തു. എന്നിരുന്നാലും വേദന മാറിയില്ല. അവരെ വീണ്ടും ഡോക്ടർ ലാലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. കൂടുതൽ ചികിത്സ നൽകിയിട്ടും ആശ്വാസം ലഭിച്ചില്ല. അങ്ങനെ പരാതിക്കാരൻ ആ സ്ഥലത്തെ മറ്റ് ഡോക്ടർമാരെ സമീപിക്കുകയാണ്. കണ്ണിന് തെറ്റായ ചികിത്സയും ശസ്ത്രക്രിയയും നൽകിയത് കാരണം ഭാര്യയ്ക്ക് ഇതിനകം വലതു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടുവെന്നും ഇത് ഇടത് കണ്ണിൻ്റെ കാഴ്ചയെ കൂടി ബാധിക്കുമെന്നും ഡോക്ടേഴ്സ് അറിയിച്ചു. ഭാര്യയുടെ ഇടതു കണ്ണിനു കൂടി ശസ്ത്രക്രിയ നടത്തണമെന്ന നിർദ്ദേശപ്രകാരം വീണ്ടും ശസ്ത്രക്രിയ നടത്തി. പ്രാദേശിക ഡോക്ടറുടെ ചികിത്സ വളരെ കാലം തുടരേണ്ടി വന്നു. അങ്ങനെയാണ് ഡെഫിഷ്യൻസി ഓഫ് സർവീസിന് കൺസ്യൂമർ ജില്ലാ ഫോറത്തിൽ പരാതിയുമായി പോകുന്നത്. ഡോക്ടർ മെഡിക്കൽ നെഗ്ലിജൻസ് വരുത്തിയതായി ഫോറം കണ്ടെത്തി. സേവനത്തിലെ പോരായ്മയ്ക്ക് പരാതിയിൽ ഭാഗികമായി അനുമതി നൽകുകയും കാഴ്ച നഷ്ടപ്പെട്ടതിന് 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ അദ്ദേഹം ബാധ്യസ്ഥനാണെന്ന് ജില്ലാ ഫോറം വിധിക്കുകയും ചെയ്തു. കൂടാതെ
ചെലവിനും ചികിത്സയ്ക്കും 35,000 രൂപയും മാനസിക പീഡനത്തിന് 25,000 രൂപയും ഉൾപ്പെടെ ആകെ 2,60,000 രൂപ 3 മാസത്തിനുള്ളിൽ നൽകണം. ഇതിനെതിരെ ഡോക്ടർ സംസ്ഥാന ഫോറത്തിൽ അപ്പീൽ ഫയൽ ചെയ്യുകയാണ്. അവിടെ കഥ മാറുകയാണ്. പരാതിക്കാരിയുടെ കാഴ്ച നഷ്ടപ്പെട്ടത് ഗ്ലോക്കോമ കാരണമാണെന്നും വേദനയിൽ നിന്നും മോചനം നൽകുന്നതിനുള്ള ഉദ്ദേശത്തോടെ ഡോക്ടർ അടിയന്തര ശസ്ത്രക്രിയ നടത്തിയതാണ് രോഗിയുടെ കാഴ്ച നഷ്ടപ്പെട്ടതിന് ഇടയായതെന്നും ഡോക്ടർ നൽകിയ മൊഴി ഫോറം സ്വീകരിച്ചു. ഡോക്ടർ ലാലിന്റെ കഴിവിന്റെ പരമാവധിയോടെ നടത്തിയ ശസ്ത്രക്രിയ മെഡിക്കൽ എത്തിക്സ് പ്രകാരം സ്വീകാര്യമായിരുന്നു എന്ന് കണ്ടെത്തി. ശസ്ത്രക്രിയ നടത്തുന്നതിൽ ഡോക്ടർ ലാൽ അശ്രദ്ധ കാണിച്ചു എന്ന് തെളിയിക്കുന്ന മെഡിക്കൽ ബോർഡിന്റെ ഒപ്പീനിയൻ പരാതിക്കാരൻ ഹാജരാക്കിയില്ല. മെഡിക്കൽ നെഗ്ലിജൻസിനെ പിന്തുണയ്ക്കുന്ന വിദഗ്ധ തെളിവുകളുടെ അഭാവത്തിൽ ഡോക്ടറെ കുറ്റക്കാരനായി കാണാനാകില്ല. അങ്ങനെ ജില്ലാ ഫോറത്തിന്റെ ഉത്തരവ് റദ്ദാക്കി ഡോക്ടർ ലാലിന്റെ അപ്പീൽ സംസ്ഥാന ഫോറം അനുവദിച്ചു. ഈ ഉത്തരവ് ചോദ്യം ചെയ്ത് പരാതിക്കാരൻ ദേശീയ കൺസ്യൂമർ ഫോറം മുമ്പാകെ റിവിഷൻ പെറ്റീഷൻ സമർപ്പിച്ചു. ഈ പരാതി നിലനിൽക്കെ ഡോക്ടർ ലാൽ 4/8/2009 അന്തരിച്ചു. സാധാരണഗതിയിൽ ഒരു സിവിൽ കേസ് നടന്നുവരവേ എതിർകക്ഷി മരണപ്പെടുകയാണെങ്കിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിനെ എതിർകക്ഷിയായി പ്ലേസ് ചെയ്യും. ഇവിടെയും അതിനായി അപേക്ഷ വരികയാണ്. ഡോക്ടറുടെ നിയമപരമായ അവകാശികളായ ഭാര്യയ്ക്കും മകനും നോട്ടീസ് പോവുകയാണ്. ഇനിയാണ് ശരിക്കും നിയമയുദ്ധം ആരംഭിക്കുന്നത്. നടപടികളിൽ നിന്ന് തങ്ങളുടെ പേരുകൾ ഒഴിവാക്കണമെന്ന് ഭാര്യയും മകനും അഭ്യർത്ഥിക്കുകയാണ്. ഡോക്ടറുടെ മരണതീയതിയിൽ ഡോക്ടർക്കെതിരായി ഒരു ഡിഗ്രി നിലവിലില്ല എന്നും അതിനാൽ നടപടികൾ അവസാനിപ്പിക്കണമെന്നും ഡോക്ടറുടെ ഭാര്യയും മകനും വാദിക്കുകയാണ്. അങ്ങനെയിരിക്കെ പരാതിക്കാരൻ്റെ ഭാര്യ 16/1/2014 മരണപ്പെടുകയാണ്. അവിടെ പരാതിക്കാരായി അവകാശികൾ വരികയാണ്. എന്നാൽ ഡോക്ടറുടെ ഭാര്യയുടെ വാദം അംഗീകരിച്ചുകൊണ്ട് 24/5/2018 ദേശീയ കൺസ്യൂമർ ഫോറം പരാതിക്കാരിയുടെ അപേക്ഷ തള്ളുകയാണ്. ഡോക്ടറുടെ ഭാര്യയ്ക്കും മകനുമെതിരായി കേസ് മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്ന് ഫോറം പറയുന്നു. അപ്പീലിൽ അന്തിമവാദം കേൾക്കുന്നതിനായി കേസ് 20/9/2018 മാറ്റിവെക്കുകയും ചെയ്തു. എതിർകക്ഷികളെ ചേർക്കാനാകില്ല എന്ന തീരുമാനത്തിനെതിരെ പരാതിക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. അവിടെ എതിർഭാഗം 1925 ഇന്ത്യൻ പിന്തുടർച്ചാ അവകാശ നിയമത്തിലെ സെക്ഷൻ 306 ചൂണ്ടിക്കാട്ടുകയാണ്. അവിടെ പേഴ്സണൽ ഇഞ്ചുറികളിൽ ലീഗൽ എയർസിനെതിരെ കേസ് നിലനിർത്താൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. മെഡിക്കൽ നെഗ്ലിജൻസ് ഒരു പേഴ്സണൽ ഇഞ്ചുറി മാത്രമാണെന്നും അവിടെ ഭാര്യയ്ക്കും മകനുമെതിരെ കേസ് നിലനിൽക്കില്ലെന്നും വാദം വന്നു. ഇത് ശരിക്കും സുപ്രീം കോടതിയെ കൺഫ്യൂഷനിലാക്കിയ ഒരു വാദം തന്നെയായിരുന്നു. അങ്ങനെ ഈ കേസ് വളരെ ഗൗരവത്തോടെ ഡിവിഷൻ ബെഞ്ച് കേൾക്കുകയും അമിക്കസ് ക്യൂറി മറ്റ് ലീഗൽ എക്സ്പെർട്ടുകളുടെ സഹായത്തോടെ നിരവധി നിയമരേഖകൾ പരിശോധിക്കുകയുണ്ടായി. പരാതിക്കാരുടെ വാദം എതിർകക്ഷി മരിച്ചാലും കേസെടുക്കണമെന്നാണ്. ഡോക്ടറുടെ എസ്റ്റേറ്റിലേക്കാണ് ബാധ്യത പോകുന്നതെന്നും അവർ വാദിച്ചു. അദ്ദേഹത്തിന്റെ അശ്രദ്ധയ്ക്ക് എന്തെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ എസ്റ്റേറ്റിൽ നിന്നും അത്രത്തോളം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നും വാദിക്കുകയാണ്. പരാതിക്കാരൻ സിവിൽ പ്രൊസീജിയർ കോഡിനെയാണ് ആശ്രയിക്കുന്നത്. സക്സഷൻ ആക്ടിലെ സെക്ഷൻ 306 പ്രവർത്തനം ഇവിടെ വരില്ലെന്ന് അവർ പറയുകയാണ്. ആക്ടിവോ പേഴ്സണലിസ് മോറിറ്റർ കം പേഴ്സണ. വ്യക്തിയുടെ മരണത്തോടെ വ്യക്തിഗത നടപടി മരിക്കുന്നു. ഇത് ഇന്നത്തെ നിയമസ്ഥിതിയിൽ പ്രായോഗികമല്ല. സെക്ഷൻ 306 അമെൻഡ് ചെയ്യുന്നതിന് ഇന്ത്യൻ ലോ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. എതിർകക്ഷികളില്ല എന്ന നിലയിൽ ക്ലെയിം നിരസിക്കുന്നത് നീതി നിഷേധമാകും. വൺ ഹൂ ഡൈസ് പേസ് ഓൾ ഡെറ്റ്സ് എന്ന് പറയാറുണ്ട്. എന്നാൽ എസ്റ്റേറ്റിലേക്ക് പ്രവർത്തിക്കുന്ന ഒരു ചാർജ് ഇപ്രകാരം ഹനിക്കപ്പെടുന്നില്ല എന്നാണ് സുപ്രീം കോടതി ഇവിടെ തീർച്ചപ്പെടുത്തിയത്. മെഡിക്കൽ നെഗ്ലിജൻസിന് ഇടയാക്കിയ ഡോക്ടറുടെ മരണശേഷം അദ്ദേഹത്തിന്റെ നിയമപരമായ അവകാശികളുടെ പേരിൽ ബാധ്യത ചുമത്താനും ചാർജ് രേഖപ്പെടുത്താനും കഴിയുമെന്ന് സുപ്രീം കോടതി വ്യക്തത വരുത്തുന്നു. ഇപ്രകാരം ദേശീയ ഫോറത്തിന് സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങൾ നൽകി. വീഡിയോ കണ്ടതിന് നന്ദി. വീഡിയോ ഷെയർ ചെയ്യുമല്ലോ. താങ്ക് യു. ദിസ് ഇസ് ലീഗൽ പ്രിസം ലോ മേഡ് ഈസി.